2025 ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നവരാണോ നിങ്ങൾ? അപ്പോൾ ഈ ഒരു സെറ്റിങ്സ് നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് അതിനെപ്പറ്റിയാണ്. അപ്പോൾ നമുക്ക് നേരെ തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പം നിങ്ങൾ മൊബൈലിലാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഡെസ്ക്ടോപ്പ് മോഡിലിട്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഇപ്പോൾ പി സിയിലാണ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിനായിട്ട് നിങ്ങൾ ആദ്യം തന്നെ YT സ്റ്റുഡിയോയിൽ നിങ്ങളെ ചാനൽ വെച്ച് ലോഗിൻ ചെയ്തിരിക്കാം. നമ്മൾ കസ്റ്റമൈസേഷൻ ഓപ്ഷനിലേക്ക് പോയിട്ട് നിങ്ങൾക്ക് വേണ്ട ബാനറും ലോഗോയും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് വെക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ചാനൽ നെയിം ഒന്ന് മാറ്റി കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനുശേഷം ആഡ് ചെയ്യേണ്ടത് ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെയാണ്. ഇത് ആഡ് ചെയ്യാൻ വേണ്ടി ഏറ്റവും എളുപ്പ വഴി നമുക്ക് ChatGPT തന്നെയാണ്. ChatGPT ഓപ്പൺ ആക്കിയതിനു ശേഷം ഞാനിപ്പോൾ ടൈപ്പ് ചെയ്യുന്ന പോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ മാത്രമല്ല, നിങ്ങൾക്ക് വേണ്ട വീഡിയോയുടെ ടൈറ്റിലും കാര്യങ്ങളൊക്കെ ChatGPT വെച്ച് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇനിയുള്ള കസ്റ്റമൈസേഷനും സെറ്റിങ്സും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ തീർച്ചയായും ചെയ്തിരിക്കേണ്ടത്. ആദ്യം തന്നെ നിങ്ങൾ സെറ്റിങ്സ് ഓപ്ഷൻ ഓപ്പൺ ആക്കിയതിന് ശേഷം നിങ്ങളുടെ USD എന്നുള്ളത് INR ആയി കൊടുക്കുക. അത് ഇപ്പോൾ അത്യാവശ്യമല്ല, പക്ഷേ നിങ്ങൾക്ക് ഭാവിയിൽ അത്യാവശ്യം വരുന്ന കാര്യമാണ്. ഓക്കെ, അതിനുശേഷം നമ്മൾ സേവ് ചെയ്യുക. ഓരോ കാര്യം ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ സേവ് ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് നമ്മൾ അതെടുത്തതിന് ശേഷം ചാനൽ എടുക്കുക. അതിനുശേഷം അവിടെ കൺട്രി മാറ്റിയിട്ട് ഇന്ത്യ എന്ന് കൊടുക്കുക. കീവേഡ്സ് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്ന കീവേഡ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ യൂട്യൂബ് എടുത്ത് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ ചാനൽ ഫ്രണ്ടിൽ തന്നെ വരാൻ വേണ്ടിയിട്ടുള്ളതാണ് കീവേഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നിങ്ങളുടെ ചാനൽ ബേസ് ആയിട്ടുള്ള കീവേഡും കാര്യങ്ങളൊക്കെ അതിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഒന്നോ രണ്ടോ ഒന്നുമല്ല, നമുക്ക് എത്ര വേണമെങ്കിലും കീവേഡ്സും കാര്യങ്ങളൊക്കെ അതിൽ ആഡ് ചെയ്യാം. അവിടെ 500 വേർഡ്സാണ് കാണിക്കുന്നത്, അത്രയും നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഭാഗത്ത് നമുക്ക് അങ്ങനെ വലിയ സെറ്റിങ്സ് കാര്യങ്ങളൊന്നും സേവ് ചെയ്യാനായിട്ടില്ല. അതുകൊണ്ട് നമ്മൾ സേവ് ചെയ്ത് കൊടുക്കുക. അതിന് മുമ്പായിട്ട് നമ്മൾ ഫീച്ചർ എലിജിബിലിറ്റി പോയിട്ട് നമ്മളെ നമ്പറും കാര്യങ്ങളൊക്കെ ഒന്ന് വെരിഫൈ ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഗൈസ്, അപ്പോൾ ഈ ഒരു സെറ്റിങ്സിൽ നമ്മളിവിടെ നമ്പറും കാര്യങ്ങളൊക്കെ ഒന്ന് വെരിഫൈ ചെയ്ത് കൊടുക്കും. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ഈ ഒരു ഭാഗത്തേക്ക് വന്നിട്ട് ഇവിടെ ബേസിക് ഇൻഫോയിൽ ടൈറ്റിലും കാര്യങ്ങൾ നിങ്ങൾക്ക് പെർമനൻ്റ് ആയിട്ട് ടൈറ്റിലും കാര്യങ്ങളൊക്കെ വേണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് എടുക്കാം. അതിനുശേഷം നമുക്ക് അവിടെ വേണ്ട ഡിസ്ക്രിപ്ഷൻ, നമുക്ക് ഓരോ വീഡിയോന് വേണ്ട ഡിസ്ക്രിപ്ഷൻ നമുക്ക് ChatGPT വെച്ച് എടുക്കാവുന്നതാണ്. ഞാൻ ഇപ്പോൾ ChatGPTയിൽ നിന്ന് ഒരു ഡിസ്ക്രിപ്ഷൻ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അവിടെ കൊണ്ടുപോയി പേസ്റ്റ് ആവുന്നതാണ്. ഓക്കെ, നമ്മളിവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന് വിസിബിലിറ്റി എന്നുള്ളത് നമ്മൾ പബ്ലിക്കായി കൊടുക്കുക. അതിൻ്റെ ടാക്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം. നമുക്ക് വീഡിയോന് വേണ്ട ടാക്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പെർമനൻ്റ് ആയിട്ട് വേണമെങ്കിൽ അവിടെ നിന്ന് ആഡ് ചെയ്യാം. അതിന് നമ്മളത് സേവ് ചെയ്ത് കൊടുക്കാം. വീണ്ടും സെറ്റിങ്സ് എടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് തന്നെ പോയിട്ട് അഡ്വാൻസ്ഡ് സെറ്റിങ്സ് എടുത്തതിന് ശേഷം നമുക്ക് അവിടെ ലാംഗ്വേജ് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. നിങ്ങളുടെ ലാംഗ്വേജ് ഏതാണെന്ന് വെച്ചാൽ അതുകൂടി ഒന്ന് കൊടുത്തേക്കാം. ഞാനിപ്പോൾ ഇവിടെ മലയാളമാണ് കൊടുക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളൊരു ചാനൽ തുടങ്ങുമ്പോൾ നിർബന്ധമായിട്ടും ചെയ്തു വെച്ചേക്കേണ്ടത്. അത് ഈ ഒരു 2025 ടൈമിൽ നമ്മൾ നിർബന്ധമായിട്ട് ചെയ്തേക്കാം. നമുക്ക് മോണിറ്റൈസേഷൻ്റെ കാര്യങ്ങളും കൂടി നമ്മളിപ്പോൾ ഒന്ന് പറഞ്ഞുതരാം. ഇവിടെ എന്ന് പറയുന്ന സെക്ഷൻ എടുത്തതിന് ശേഷം നമുക്കിവിടെ 500 സബ്സ്ക്രൈബറാണ് മിനിമം വേണ്ടത്. 500 സബ്സ്ക്രൈബറും അതുപോലെ തന്നെ നമുക്ക് ഒന്നേൽ 3 മില്യൺ വാച്ച് അവേഴ്സ് ഷോർട്സിൽ വേണം, അല്ലെങ്കിൽ നമുക്ക് 3000 പബ്ലിക് വാച്ച് അവേഴ്സ് നമുക്ക് നോർമൽ വീഡിയോസിൽ വേണം. എന്നാൽ മാത്രമേ നമുക്ക് മോണിറ്റൈസേഷനും കാര്യങ്ങളൊക്കെ എനേബിൾ ആക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പം നമ്മളെ ചാനലും കാര്യങ്ങളൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ.